Hello everyone, welcome to the Engineer's Choice. Your vision, our mission. Let's go to the video. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് കീം 2025 ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ കീമിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് കോഴ്സ് ആഡ് ചെയ്യാൻ ഉള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണർ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം കീമിൻ്റെ വെബ്സൈറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് 4 കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യാം. ഏതൊക്കെയാണ്? മെഡിക്കൽ അലൈഡ്, ബിടെക് എഞ്ചിനീയറിംഗ്, ബി.ഫാം, ആർക്കിടെക്ചർ പോലുള്ള 4 കോഴ്സുകളാണ് നമുക്ക് പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾ മുൻപ് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ ബിടെക് മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് ബി.ഫാമും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആ ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കമ്മീഷണർ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ബി.ഫാം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചറാണ് നിങ്ങൾ ചെയ്തത്, മെഡിക്കലൂടെ ചെയ്യണമായിരുന്നു. അങ്ങനെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കതിപ്പോൾ ചെയ്യാനുള്ള അവസരം എൻട്രൻസ് കമ്മീഷണർ സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്ത ആ ഒരു ഹോം പേജിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ആഡ് കോഴ്സ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കും. നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കോഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫീസ് അടയ്ക്കാനുള്ള ഒരു വിൻഡോ വരും. അതെന്താണെന്ന് ചോദിച്ചെങ്കിൽ, നമ്മൾ പറഞ്ഞ ഈ 4 കോഴ്സിൽ നിങ്ങളിപ്പോൾ മെഡിക്കലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മതി. ബി.ആർക്കാർ നാറ്റ് എഴുതിയാൽ മതി. പക്ഷേ എഞ്ചിനീയറിംഗ്കാർക്കും ബി.ഫാമുകാർക്കും കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. അപ്പോൾ എക്സാം എഴുതുന്ന കോഴ്സുകൾ 2 ഉണ്ട്. ആ 2 കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഒരു വിൻഡോ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ, അതായത് ബി.ഫാമുകാർക്കും ബിടെക്കുകാർക്കും വേറെ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് നിങ്ങൾ നോക്കുക. ഇവർക്കാണ് ചാൻസ് കൂടുതലുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ആ ഫീസ് അടച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ കോഴ്സ് അവിടെ ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനുള്ള ഫെസിലിറ്റി 12/3/2025 വൈകിട്ട് 5 മണി വരെ ഉള്ളൂ. അപ്പോൾ ഇത്രയും സമയം ഉണ്ടല്ലോ, 3-4 ദിവസം കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ സൈറ്റൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ ചെയ്യാൻ പറ്റാതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മാക്സിമം ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു.